നമസ്കാരം. 9 മണി വാർത്തകൾ ആരംഭിക്കുകയാണ്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പശ്ചിമേഷ്യൻ ചർച്ചകൾ വീണ്ടും വഴിമുട്ടുന്നു. ദോഹയിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന ട്രംപിന്റെ വാദം തള്ളി ഇറാൻ. ചർച്ചയ്ക്കായി US പ്രതിനിധികൾ ഖത്തറിലേക്ക് തിരിച്ചെന്ന ട്രംപ്. ഹോർമുസിൽ മൈനുകൾ നീക്കം ചെയ്യാൻ ഫ്രാൻസിന്റെ യുദ്ധക്കപ്പൽ ചെങ്കടലിൽ. പ്രകോപിപ്പിക്കരുതെന്ന് ഇറാൻ. ശബരിമല സ്വർണ്ണക്കടത്തിൽ പുതിയ കേസെടുക്കുന്നതിൽ SIT തീരുമാനം ഇന്നുണ്ടായേക്കും. PS പ്രശാന്തിന്റെ ഭരണകാലത്തെ സ്വർണ്ണക്കടത്ത് പ്രത്യേകം അന്വേഷിക്കാൻ നീക്കം. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പ്രതിയായ സാഹചര്യം ചർച്ച ചെയ്യാൻ CPM നേതൃത്വം. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തിരുവനന്തപുരത്ത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കയ്യാങ്കളിയിൽ BJP കൌൺസിലർമാർക്കെതിരെ കേസ്. UDF വനിതാ കൌൺസിലർമാരെ തടഞ്ഞുവെച്ചെന്നും മർദ്ദിച്ചെന്നും FIR. സെൻസസ് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കാനുള്ള സമയപരിധി കഴിയുന്നു. ഇനിയും വിവരങ്ങൾ കൈമാറാതെ ബഹുഭൂരിപക്ഷം പേർ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ പ്രമേയം പാസാക്കാൻ നിയമസഭ. പിന്തുണയ്ക്കാൻ പ്രതിപക്ഷം. ട്രോളിംഗ് നിരോധന കാലത്ത് സൌജന്യ റേഷൻ നിഷേധിക്കുന്നത് അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം. സ്വകാര്യ ബസ്സുടമകളുടെ സമരം തടയാൻ സർക്കാരിന്റെ അനുനയ നീക്കം. ബസ്സുടമകളുമായി ഗതാഗത മന്ത്രി ഇന്ന് ചർച്ച നടത്തും. പ്രിയദർശിനി സർവീസ് മുടങ്ങിയതോടെ കടുത്ത പ്രതിസന്ധിയെന്ന് ബസ്സുടമകൾ. ന്യൂസ് 18 കേരളം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ AD 2026 ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പങ്കെടുക്കാൻ വിവിധ മേഖലകളിലെ പ്രമുഖർ. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ കാണാതെ പുറത്ത്. ഷൂട്ടൌട്ടിൽ ജർമ്മനിയെ മറികടന്ന പരഗ്വേ പ്രീ ക്വാർട്ടറിൽ. ഇഞ്ചുറി ടൈമിലെ ഗോളിൽ ജപ്പാനെ തോൽപ്പിച്ച് ബ്രസീലിന്റെ മുന്നേറ്റം. ജയം 1-നെതിരെ 2 ഗോളുകൾക്ക്. വാർത്തകൾ വിശദമായി നോക്കാം. ദോഹയിൽ വെച്ച് US ഇറാൻ സമാധാന ചർച്ച നടക്കുമെന്ന ട്രംപിന്റെ വാദം തള്ളി ഇറാൻ. അമേരിക്കയുമായി വരും ദിവസങ്ങളിൽ യാതൊരുവിധ ചർച്ചകളും നിശ്ചയിച്ചിട്ടില്ലെന്ന് ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗേയി. അതേസമയം US പ്രതിനിധികൾ ഇതിനോടകം ഖത്തറിലേക്ക് യാത്ര തിരിച്ചെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇതിനിടെ ഹോർമുസ് കടലിടുക്കിൽ നിന്ന് മൈനുകൾ നീക്കം ചെയ്യാൻ ഫ്രാൻസിന്റെ യുദ്ധക്കപ്പൽ ചെങ്കടലിലെത്തി. പ്രകോപിപ്പിക്കരുതെന്ന് ഇറാന്റെ മുന്നറിയിപ്പുമുണ്ട്. അജയ് സുധാ ബിജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അജയ്, ഇപ്പോഴിതാ ഇറാൻ US-മായി യാതൊരു വിധത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറാകുന്നില്ല എന്നാണ് ലഭിക്കുന്ന സൂചനകളിൽ നിന്ന് വ്യക്തമാകുന്നത്. വരും ദിവസങ്ങളിൽ ഒന്നും തന്നെ ഒരു ചർച്ചയും നടക്കില്ല എന്നാണ് ഇറാൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ആക്രമണം നിർത്തിവെച്ച ഒരു സാഹചര്യമുണ്ട്. എങ്കിലും പ്രകോപിപ്പിച്ചാൽ തിരിച്ചടിക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഇറാൻ നൽകുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി വളരെ രൂക്ഷമായിട്ടുള്ള സാഹചര്യം തന്നെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഇത് മേഖലയിലൂടെ യാത്ര ചെയ്ത ചില ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ്. ഇതിന് പകരമായി US ഇറാനിലുള്ള ഏതാണ്ട് 10ഓളം സൈനിക കേന്ദ്രങ്ങളിലേക്ക് പ്രത്യാക്രമണം നടത്തുകയുണ്ടായിരുന്നു. അങ്ങനെ വളരെ കലുഷിതമായിട്ടുള്ള സാഹചര്യം തന്നെയായിരുന്നു. അപ്പോൾ അതിന് ഒരു പരിഹാരമായിട്ട് ഒരു സമാധാന ചർച്ച ഇന്ന് ദോഹയിൽ നടക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ തന്നെ നമ്മൾ കേട്ടിരുന്നതാണ്. പിന്നീട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ഒരു സമാധാന ചർച്ചകൾക്കായി തങ്ങളോട് അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ദോഹ ഒരു വേദിയായി നിശ്ചയിച്ചിരിക്കുന്നതായിട്ടും ട്രംപ് അറിയിച്ചിരുന്നു. അതിനുശേഷം ട്രംപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ US-ന്റെ പ്രതിനിധികളായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും ഖത്തറിലേക്ക് യാത്ര തിരിച്ചതായി അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ഇത് തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു പ്രതികരണമാണ് വന്നിരിക്കുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗേയിയാണ് ഇത്തരമൊരു പ്രതികരണം നടത്തിയത്. അതായത് അദ്ദേഹം പറയുന്നത് അമേരിക്കയുമായി ഈ വരുന്ന ആഴ്ച യാതൊരുവിധ ചർച്ചകളും തങ്ങൾ നിശ്ചയിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ ഇറാന്റെ പ്രതിനിധികൾ ദോഹയിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഇസ്മായിൽ ബഗേയി പറഞ്ഞിരുന്നു. അത് ഈ സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒപ്പിട്ടിട്ടുള്ള 14 ധാരണാപത്രത്തിലെ ചില കാര്യങ്ങൾ, അതായത് ഇറാന്റെ ഇപ്പോൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്വത്തുവകകൾ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുരോഗതി വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഇറാനിയൻ സംഘം പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത്
ഈ 14 നിർദ്ദേശങ്ങളിലെ ആർട്ടിക്കിൾ 11 അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇറാനിയൻ പ്രതിനിധികൾ ദോഹയിൽ എത്തുമെന്ന് അദ്ദേഹം പറയുന്നു. ഇറാന്റെ ദോഹ സന്ദർശനം അമേരിക്കൻ പ്രതിനിധികളുടെ വിസിറ്റുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. US-മായി നിലവിലെ സാഹചര്യത്തിൽ ഒരു ചർച്ചയും നടത്തുന്നില്ല എന്നും ഇസ്മായിൽ ബഗേയി പറഞ്ഞു. അതുപോലെ അദ്ദേഹം കൂട്ടിച്ചേർത്ത മറ്റൊരു കാര്യം, ഈ 14 ധാരണാപത്രത്തിലുള്ള പല പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും നടപ്പിലാക്കിയാൽ മാത്രമേ ഇറാൻ ഒരു സമാധാന ചർച്ചകൾക്ക് തയ്യാറാകൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും അദ്ദേഹം എടുത്തു സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇറാനിയൻ എണ്ണയുടെ ഒരു വ്യാപാരം, ഇതിലുള്ള മറ്റ് ഉപരോധങ്ങൾ അമേരിക്ക എടുത്തു കളഞ്ഞിട്ടുണ്ടെന്നും ഇറാനിയൻ എണ്ണ വ്യാപാരം നടത്താൻ US-ന്റെ അനുമതിയുണ്ടെന്നും ഇസ്മായിൽ ബഗേയി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഇറാന്റെ ഈ എണ്ണ വ്യാപാരം അത് കൃത്യമായി തുടരുക, അതുപോലെ ഇറാന്റെ ഫ്രീസ് ചെയ്തിട്ടുള്ള സ്വത്തുവകകൾ വിട്ടു നൽകുക, ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള യാത്ര സുരക്ഷിതവും സ്വതന്ത്രവുമാക്കുക, ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ അടുത്ത ഘട്ട ചർച്ചയായിട്ട് സമാധാന നീക്കങ്ങളിലേക്ക് കടക്കുകയുള്ളൂ എന്നതാണ് ഇറാന്റെ നിലവിലുള്ള നിലപാട്. പക്ഷേ ഈ US-ലെ ഉദ്യോഗസ്ഥർ ദോഹയിൽ എത്തുന്നതോടുകൂടി ഈ ചർച്ചകൾ അത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് വ്യക്തമല്ല. സ്വിറ്റ്സർലൻഡിൽ വെച്ച് അടുത്ത ഘട്ട ചർച്ചകൾ കഴിഞ്ഞ ആഴ്ച ആദ്യഘട്ട സമാധാന ചർച്ചകൾ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടന്നതാണ്. ഈ ഞായറാഴ്ച അടുത്ത ഘട്ട ചർച്ചകൾ നടക്കാനിരുന്നതാണ്. പക്ഷേ ഇറാന്റെ ഇറാൻ ഇതിൽ നിന്ന് പിന്മാറിയതാണ് ഞായറാഴ്ച ചർച്ചകൾ നടക്കാതിരിക്കാൻ കാരണം. പിന്നെ അന്ന് തന്നെ US-ഉം ഇറാനും തമ്മിൽ ചെറിയ തോതിൽ സംഘർഷങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ദോഹയിൽ വെച്ച് നടക്കുന്ന ചർച്ചകൾക്ക് പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുമെന്നൊന്നും അറിയിച്ചിട്ടില്ല. അപ്പോൾ ഒരു മധ്യസ്ഥരുടെ കൂട്ടായ്മ അവിടെ ഉരുത്തിരിഞ്ഞ് വരുന്നുമില്ല. അപ്പോൾ ഇനി അടുത്ത ഘട്ട ചർച്ചകൾ പ്രധാനമായിട്ടും ഇറാനിൽ നിന്ന് അവിടെയുള്ള ആണവ വസ്തുക്കൾ, ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉൾപ്പെടെ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ തീരുമാനമായിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും മുന്നോട്ട് ചർച്ച ചെയ്യുക എന്നുള്ളതൊക്കെ നിലവിലെ സാഹചര്യത്തിൽ വലിയൊരു ചോദ്യചിഹ്നമാണ്. അതുപോലെ ഹോർമുസ് കടലിടുക്കിൽ നിന്ന് മൈനുകൾ നീക്കം ചെയ്യാൻ ഒരു ഫ്രഞ്ച് കപ്പൽ ചെങ്കടലിലേക്ക് യാത്ര തിരിച്ചതായിട്ട് ഫ്രാൻസിന്റെ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാൻ ഇതിനെ ഒരു പ്രകോപനമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇറാൻ പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള സെൻസിറ്റീവും അതുപോലെ സങ്കീർണവുമായിട്ടുള്ള സാഹചര്യത്തിൽ പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്നൊരു മുന്നറിയിപ്പ് നിലവിൽ ഇറാൻ ഫ്രാൻസിന് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രാൻസ് അവരുടെ യുദ്ധക്കപ്പൽ മൈനുകൾ നീക്കം ചെയ്യാൻ അയച്ചതിന് സമാനമായിട്ട് ബ്രിട്ടനും ഒരു നീക്കം നടത്താൻ സാധ്യതയുണ്ട്. ഈ യുദ്ധം വളരെ സങ്കീർണമായി തുടർന്നിരുന്ന പശ്ചാത്തലത്തിൽ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഇത്തരം ചില ചർച്ചകൾ നടത്തിയിരുന്നു. ഇപ്പോൾ US-ഉം ഇറാനും തമ്മിൽ ഒരു സമാധാന നീക്കങ്ങൾ ഉണ്ടായാൽ മൈനുകൾ നീക്കം ചെയ്യാൻ, അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും സംയുക്ത ശ്രമം ഉണ്ടാകും എന്നവർ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഫ്രാൻസ് കപ്പൽ നിലവിൽ യാത്ര തിരിച്ചിട്ടുള്ളത്. അജയ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സമാധാന കരാറിലെ ചില കാര്യങ്ങൾ അത് അംഗീകരിച്ചാൽ മാത്രമേ ഇനിയൊരു തുടർ ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാകൂ എന്ന് അജയ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അത് അംഗീകരിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? അത് അംഗീകരിക്കാത്ത ഒരു സാഹചര്യം വന്നാൽ ഇനിയും ആക്രമണം കടുക്കാനുള്ള ഒരു സാധ്യത കൂടിയില്ലേ മുന്നിൽ? നിലവിൽ ഇരു രാജ്യങ്ങളും പൂർണ്ണമായിട്ട് അംഗീകരിച്ച 14 വ്യവസ്ഥകളാണ് ഈ സമാധാന നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം എല്ലാ മേഖലകളിലും സംഘർഷം അവസാനിപ്പിക്കുക. ഇപ്പോൾ ലെബനിലൊക്കെ ഇപ്പോഴും സംഘർഷം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് അവസാനിപ്പിക്കാൻ വേണ്ടി US-ന്റെ ഭാഗത്തു നിന്നും എന്തായാലും ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിനോട് കടുത്ത ഭാഷയിൽ തന്നെ അവിടെയുള്ള ആക്രമണം അവസാനിപ്പിക്കണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ ഇസ്രായേൽ ഇപ്പോഴും സൈനിക നീക്കം തുടരുകയാണ്. അതിൽ ഇറാന് കടുത്ത അതൃപ്തിയുണ്ട്. അപ്പോൾ US-ഉം അംഗീകരിക്കുന്ന ആദ്യത്തെ പോയിന്റ് തന്നെ അവിടെ നടപ്പിലാകാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെയുള്ളത് ഇറാനെ ഇനി ആക്രമിക്കില്ല എന്നുള്ള ഉറപ്പാണ്. പിന്നീട് ഇറാന്റെ സ്വത്തുവകകൾ വിട്ടു നൽകുന്ന കാര്യം, ഫ്രീസ് ചെയ്ത അസറ്റ് വിട്ടു നൽകുന്ന കാര്യം, അത് US അംഗീകരിച്ചിട്ടുള്ള വിഷയമാണ്. അതുപോലെ ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം അത് 60 ദിവസത്തേക്ക് ഈ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടിട്ടുള്ള 60 ദിവസത്തേക്ക് ഇറാൻ ടോളൊന്നും ഏർപ്പെടുത്തില്ല എന്നുള്ള കാര്യം, അത് ഇറാൻ ഇതിനോടകം അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ ഹോർമുസിലെ സുരക്ഷ ഒമാനും പിന്നെ ഇറാനും ചേർന്ന് സംയുക്തമായി നിർവഹിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ട ഒരു ചർച്ച നടന്നു കഴിഞ്ഞു. ഹോർമുസ് സെക്യൂരിറ്റി ജോയിന്റ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു സുരക്ഷാ സമിതിയൊക്കെ രൂപീകരിച്ച് ഇറാനും അതുപോലെ ഒമാനും തമ്മിൽ ഇതിനോടകം തന്നെ ആ വിഷയമൊക്കെ ചർച്ച ചെയ്തു.
പിന്നെയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഇറാൻ എണ്ണ കച്ചവടം ചെയ്യാനുള്ള അവകാശം ഇറാന് നൽകുക, അതുപോലെ US-നെ ആക്രമിക്കരുത് എന്നുള്ള വ്യവസ്ഥ, അങ്ങനെ പല വ്യവസ്ഥകളും അംഗീകരിക്കപ്പെട്ടു. പിന്നെ ഇറാൻ ഇനി ആണവായുധം നിർമ്മിക്കല്ല എന്നുള്ള വ്യവസ്ഥ, ഇറാനിലുള്ള ആണവ വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിനുള്ള അവകാശം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം അതിലുണ്ട്. അപ്പോൾ ഇറാൻ ഈ ആണവ കാര്യങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ പ്രാഥമികമായി അംഗീകരിച്ച കാര്യമുണ്ട്. ഇപ്പോൾ എന്നാലും നിലനിൽക്കുന്ന പല ഒരു ഇപ്പോൾ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും ഹോർമുസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ശരി, അജയ് സുധാ ബിജുവാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് പ്രാദേശിക ഇന്ധനക്ഷാമം തടയുന്നതിനായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നിലവിലുള്ള വിതരണ സാഹചര്യം അവലോകനം ചെയ്തതായും നിയന്ത്രണങ്ങൾ ഇനി ആവശ്യമില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യാവസായിക വാണിജ്യ സ്ഥാപന ഉപഭോക്താക്കൾ ചില്ലറ ഇന്ധന സ്റ്റേഷനുകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതാണ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നത്. വെനസ്വേലയെ പിടിച്ചുലച്ച ഇരട്ട ഭൂകമ്പത്തിൽ മരണം 1700 പിന്നിട്ടു. ആയിരങ്ങളാണ് പരിക്കേറ്റ് കഴിയുന്നത്. 10,000-കണക്കിന് ആളുകൾക്കായി കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തെരച്ചിൽ തുടരുകയാണ്. മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് US ജിയോളജിക്കൽ സർവേ വ്യക്തമാക്കുന്നുണ്ട്. ഭൂകമ്പം ഏറ്റവും നാശം വിതച്ച ലാഗ്വറയിലും കാരക്കാസിലും രക്ഷാപ്രവർത്തകർ തെരച്ചിൽ തുടരുകയാണ്. 58,000-ത്തിലധികം കെട്ടിടങ്ങളാണ് ഭൂകമ്പത്തിൽ നശിച്ചതെന്നാണ് നാസ പുറത്തുവിട്ട പ്രാഥമിക കണക്ക്. 30 മണിക്കൂറിലധികം അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ 18 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും 3 ദിവസത്തിന് ശേഷം 9 മാസം പ്രായമുള്ള മറ്റൊരു കുഞ്ഞിനെയും അമ്മയെയും ജീവനോടെ രക്ഷപ്പെടുത്തിയിരുന്നു. ഭൂകമ്പത്തിന് ശേഷം 600-ലധികം തുടർ ചലനങ്ങളാണ് വെനസ്വേലയിൽ ഉണ്ടായിട്ടുള്ളത്. ദുരന്തബാധിതരെ സഹായിക്കാൻ US, മെക്സിക്കോ, ഫ്രാൻസ്, തുർക്കി, ഇസ്രയേൽ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരും മെഡിക്കൽ സംഘങ്ങളും വെനസ്വേലയിൽ എത്തിയിട്ടുണ്ട്. അതേസമയം സർക്കാർ പുറത്തുവിടുന്ന മരണസംഖ്യയും കാണാതായവരുടെ കണക്കും സംബന്ധിച്ച് വലിയ അന്തരമുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഭൂകമ്പം മൂലം തകർന്നടിഞ്ഞ പശ്ചാത്തല സൗകര്യങ്ങൾ വെനസ്വേലയിലെ നിലവിലെ രാഷ്ട്രീയ സാമ്പത്തിക അസ്ഥിരതയെ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. മാനദണ്ഡങ്ങൾ ലംഘിച്ച് അധ്യാപക നിയമനം. കേട്ടിട്ട് യോഗ്യതയില്ലാത്തവരാണ് ഹൈസ്കൂൾ പ്രഥമ അധ്യാപക പട്ടികയിൽ ഉൾപ്പെട്ടത്. സുപ്രീംകോടതിയുടെ മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ടാണ് ഈ നിയമനം. സ്ഥാനക്കയറ്റത്തിന് യോഗ്യത ഒഴിവാക്കാനാവാത്ത മാനദണ്ഡമാണെന്ന സുപ്രീംകോടതി ഉത്തരവ് ലംഘിച്ച തെളിവുകളും പുറത്ത്. ഗസറ്റ് വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ടിരുന്ന അധ്യാപകരുടെ ടെറ്റ് യോഗ്യത പരിശോധിക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം അധ്യാപകരും രംഗത്ത് വന്നു. 335 അധ്യാപകരുടെ പ്രഥമ അധ്യാപന നിയമനമാണ് വിവാദത്തിലായത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, സുപ്രീം കോടതിയുടെ കർശന നിർദ്ദേശം നിലനിൽക്കെയാണ് ഇത്തരമൊരു നിയമലംഘനം നടന്നിരിക്കുന്നത്. കഴിഞ്ഞ 27-ാം തീയതി വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഗസറ്റ് വിജ്ഞാപനത്തിലാണ് 335 അധ്യാപകരെ പ്രഥമ അധ്യാപകരായി ഉയർത്തിക്കൊണ്ടുള്ള ഒരു പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷത്തിനും സുപ്രീം കോടതി മാനദണ്ഡമായ കേട്ടറ്റ് കാറ്റഗറി 3 ഇല്ല, യോഗ്യതയില്ല എന്നതാണ് നിലവിൽ വിവാദമായിരിക്കുന്നത്. സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പുറപ്പെടുവിച്ചിരിക്കുന്ന വിധിയിൽ കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഹൈസ്കൂൾ അധ്യാപക നിയമനത്തിനും അതോടൊപ്പം പ്രഥമ അധ്യാപകരായി ഉയർത്തപ്പെടുന്നതിനും പ്രമോഷൻ ലഭിക്കുന്നതിനും കേട്ടറ്റ് യോഗ്യത മാനദണ്ഡമാക്കണം. അത് മാത്രമായിരിക്കും മാനദണ്ഡമെന്ന് നേരത്തെ ചില ഇളവുകൾ അനുവദിച്ചിരുന്നു. നെറ്റും സെറ്റും എംഫിലും PhDയും ഒക്കെ ഉള്ളവർക്ക്. പക്ഷേ നിലവിൽ അത്തരത്തിലുള്ള ഒരു ഇളവുകളും ബാധകമല്ല. കൃത്യമായി കേട്ടറ്റ് പാസ്സായവരെ മാത്രമേ ഹൈസ്കൂളിൻ്റെ പ്രഥമാധ്യാപക പട്ടികയിലേക്ക് പരിഗണിക്കാവൂ എന്ന് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം ഉള്ളതാണ്. നേരത്തെ അത് വിധി പ്രസ്താവമായി തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. ആ വിധിയുടെ ലംഘനം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നത്. ഈ പട്ടികയിൽ 335 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അധ്യാപകരെ 3 വർഷത്തെ കാലാവധി കേട്ടറ്റ് നേടുന്നതിന് യോഗ്യത നേടുന്നതിനായി നേരത്തെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഇളവ് അനുവദിച്ചിരിക്കുന്നത് പോലും അധ്യാപകരായി നിലവിലുള്ളവർക്ക് അധ്യാപകരായി നിലനിൽക്കുന്നതിനാണ് ഈ 3 വർഷത്തെ സാവകാശം കേട്ടറ്റ് നേടുന്നതിന് അനുവദിച്ചിട്ടുള്ളത്. ആ മാനദണ്ഡങ്ങൾ വരെ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേട്ടറ്റ് യോഗ്യതയില്ലാത്തവർ ഉൾപ്പെടെയുള്ള 335 പേരുടെ പ്രഥമ അധ്യാപക പട്ടിക വിദ്യാഭ്യാസ വകുപ്പിന്റെ ഗസറ്റ് വിജ്ഞാപനമായി കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവം വിവാദമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള തുടർ നീക്കങ്ങൾ ഉണ്ടാകുമെന്നത് ശ്രദ്ധേയമാണ്. വിഷയം വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ ബോധപൂർവം ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതാണോ അതോ അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടി വരും. കാരണം 335 എന്ന് പറയുന്നത് ചെറിയൊരു സംഖ്യയല്ല. ആ 335
235 പേർ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ പ്രധാനപ്പെട്ട സ്കൂളുകളിൽ ഹൈസ്കൂൾ പ്രഥമാധ്യാപകരായി പരിഗണിക്കപ്പെടേണ്ടവരാണ്. അങ്ങനെയുള്ളവരുടെ പട്ടികയിലാണ് സുപ്രീം കോടതി വിധിയുടെ കൃത്യമായ ലംഘനം അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ട് കേട്ടറ്റ് കാറ്റഗറി 3 യോഗ്യതയില്ലാത്തവരും ഇടം പിടിച്ചിരിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരം നഗരസഭയിലെ കയ്യാങ്കളിയിൽ BJP പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. UDF വനിതാ കൌൺസിലർമാരുടെ പരാതിയിലാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്. ചെമ്പഴന്തി ഉദയൻ, പാപ്പനംകോട് സജി, ഗിരി, രതീഷ് തുടങ്ങിയ കൌൺസിലർമാർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. വനിതാ കൌൺസിലർമാരെ തടഞ്ഞുവെച്ചെന്നും മർദ്ദിച്ചെന്നുമാണ് FIR. ഡാൻ കുര്യൻ ചേരും കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, ഇപ്പോഴത്തെ ഇവർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സുഗതനെ പുനഃസത്യപ്രതിജ്ഞ ചെയ്യാനുള്ള നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് BJP. സുഗതനെ പുറത്തിറക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുന്നു. അതിനെതിരെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ അതിനെതിരെ ഉള്ള പ്രതിഷേധത്തിനായി കൂടുതൽ മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ് UDF-ഉം CPM-ഉം അടക്കമുള്ള ആളുകൾ. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കോർപ്പറേഷനിൽ ഉണ്ടാകുമെന്ന് വേണോ നമ്മൾ പ്രതീക്ഷിക്കാൻ? നാടകീയമായ സംഭവങ്ങൾക്കാണ് തിരുവനന്തപുരം നഗരസഭ വേദിയായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 4 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് UDF BJP അംഗങ്ങൾ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതിൽ UDF-ന്റെ വനിതാ കൗൺസിലർമാർ അടക്കം ആശുപത്രിയിൽ ചികിത്സ തേടിയതിന് പിന്നാലെയാണ് മ്യൂസിയം പോലീസിനും നഗരസഭാ സെക്രട്ടറിക്കും പരാതി നൽകുന്ന സാഹചര്യമുണ്ടായത്. മ്യൂസിയം പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിലാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴന്തി ഉദയൻ ഉൾപ്പെടെ 4 പേർക്കെതിരെ, 4 BJP കൗൺസിലർമാർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതും സമാനമായ തരത്തിൽ മേയറുടെ ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് നടന്ന പ്രതിഷേധങ്ങൾക്കിടെ ഉണ്ടായ സംഘർഷങ്ങളുടെ പേരിൽ മേയറെയും ഡെപ്യൂട്ടി മേയറെയും മുൻ ഉൾപ്പെടെയുള്ളവരെയും പ്രതി ചേർത്തുകൊണ്ട് മ്യൂസിയം പോലീസ് 4 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ ഉണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വീണ്ടും കേസെടുത്തിരിക്കുന്നത്. അതേസമയം BJP അംഗങ്ങൾ UDF കൗൺസിലർമാർക്കെതിരെയും സമാനമായ തരത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് ഇതുവരെ ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഈ സംഭവം വലിയ തരത്തിൽ ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലത്തിൽ നഗരസഭയിൽ പോലീസിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് സുഗതനെ പുറത്താക്കണമെന്ന ആവശ്യം ശക്തമാക്കിക്കൊണ്ട് പ്രതിഷേധം കൂടുതൽ സജീവമാക്കാനുള്ള നീക്കത്തിലേക്ക് LDF-ഉം അതോടൊപ്പം UDF-ഉം എത്തിയിരിക്കുന്നത്. നഗരസഭാ കവാടത്തിൽ UDF-ന്റെ റിലേ സത്യാഗ്രഹം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ പ്രതിഷേധങ്ങൾ ഇങ്ങനെ തുടരുന്നതിനിടയിൽ സുഗതന്റെ പുനഃസത്യപ്രതിജ്ഞ അടിയന്തരമായി നടത്തുന്നതിനുള്ള നീക്കമാണ് BJP നടത്തുന്നത്. വിയ്യൂർ ജയിലിൽ കഴിയുന്ന സുഗതന് ഇളവ് തേടിക്കൊണ്ട് കാപ്പ ഉപദേശക സമിതിയെ സമീപിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അനുകൂല തീരുമാനമുണ്ടായില്ല എങ്കിൽ ഹൈക്കോടതിയെ സമീപിച്ച് 1 ദിവസത്തേക്ക് ഇളവ് നേടാനുള്ള നീക്കമാണ് BJP കേന്ദ്രങ്ങൾ നടത്തുന്നത്. അത്തരത്തിലൊരു ഇളവ് ലഭിച്ച് സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്യിക്കാനായി നഗരസഭയിലേക്ക് എത്തിക്കുന്ന സാഹചര്യമുണ്ടായാൽ അതിന് ഒരു തരത്തിലും അനുവദിക്കേണ്ടതില്ല എന്നൊരു രാഷ്ട്രീയ തീരുമാനത്തിലാണ് LDF-ഉം UDF-ഉം ഉള്ളത്. അതിശക്തമായ പ്രതിഷേധങ്ങൾക്ക് അങ്ങനെയെങ്കിൽ നഗരസഭ വേദിയാകുമെന്ന മുന്നറിയിപ്പ് ഇന്നലെ ഇരു പാർട്ടികളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയൊരു സംഘർഷഭരിതമായ സാഹചര്യത്തിൽ നഗരസഭയുടെ ഭരണം തന്നെ അനിശ്ചിതത്വത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സംഘർഷ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് പോലീസ് വിന്യാസം ഇവിടെ ശക്തമാക്കിയിരിക്കുന്നത്. ശരി, ഡാൻ തുടരുക. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകുമ്പോൾ ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ അടക്കം ആശ്വാസ നടപടികൾ നിഷേധിക്കുന്നത് അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യണമെന്ന് നിയമസഭയിൽ പ്രതിപക്ഷം. സജി ചെറിയാനാണ് നോട്ടീസ് നൽകിയത്. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിനെതിരെയും ഇന്ന് നിയമസഭ പ്രമേയം പാസാക്കും. ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ പരീക്ഷാ സംവിധാനം പരിഷ്കരിക്കണമെന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെടും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പ്രമേയം അവതരിപ്പിക്കും. പ്രതിപക്ഷവും പ്രമേയത്തെ പിന്തുണയ്ക്കും. വിവിധ വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചയും ഇന്ന് സഭയിൽ നടക്കും. ഡാൻ കുര്യൻ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ഡാൻ, ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടിലടക്കം ഇന്ന് സഭയിൽ അവതരിപ്പിക്കുകയാണ് പ്രതിപക്ഷമടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ ഭരണപക്ഷമടക്കമുള്ള ആളുകൾ. പ്രമേയം പാസാക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ?
നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി നീറ്റിൽ പരിഷ്കരണം നടത്തണം, നീറ്റ് പരീക്ഷ നടത്തിപ്പിൽ പരിഷ്കരണം നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ നിയമസഭയിൽ ഇന്ന് പ്രമേയം അവതരിപ്പിക്കുക. ഈ പ്രമേയത്തെ പ്രതിപക്ഷവും പിന്തുണയ്ക്കുമെന്നാണ് വിവരം. അതിനിടെയാണ് ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ നിലവിൽ നേരിടുന്ന പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി സൗജന്യ റേഷൻ അടക്കമുള്ള ആശ്വാസ നടപടികൾ നിഷേധിക്കുന്ന വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷത്ത് നിന്ന് സജി ചെറിയൻ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിരിക്കുന്നത്. നോട്ടീസ് പരിഗണിക്കുമോ ഇല്ലയോ എന്ന കാര്യം ഒരു 10 മണിക്ക് ശേഷമേ അറിയാൻ കഴിയൂ. നിലവിലെ സാഹചര്യത്തിൽ അടിയന്തര പ്രമേയത്തിന് ഇത് പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നിലപാട് എന്താകുമെന്നത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിന് പുറമെ വിവിധ വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചയും നടക്കേണ്ടതുണ്ട്. അതിനിടെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് അനുവദിക്കുമോ എന്നതിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നീറ്റുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ക്രമക്കേടിൽ സർക്കാർ മുമ്പോട്ട് വെക്കുന്ന, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മുമ്പോട്ട് വെക്കുന്ന പ്രമേയത്തെ പ്രതിപക്ഷം എന്തായാലും പിന്തുണയ്ക്കുമെന്ന കാര്യം വ്യക്തമായിട്ടുണ്ട്. ശരി, ഡാൻ കുര്യനാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കും. 1992 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് ബീഹാർ സ്വദേശിയായ സിൻഹ. ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് വിരമിക്കുന്ന ഒഴിവിലാണ് സിൻഹയുടെ നിയമനം. 35 വർഷത്തെ സർവീസിന് ശേഷം വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ജയതിലകിന് സർക്കാർ യാത്രയയപ്പ് നൽകും. വൈകുന്നേരം 3-ന് ദർബാർ ഹാളിൽ നടക്കുന്ന യാത്രയയപ്പ് ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ പങ്കെടുക്കും. ആഭ്യന്തര സെക്രട്ടറിയായ ബിശ്വനാഥ് സിൻഹ ചീഫ് സെക്രട്ടറിയാകുന്നതോടെ IAS തലപ്പത്ത് വീണ്ടും അഴിച്ചുപണി വേണ്ടിവരും. സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കുകയാണ്. IAS തലപ്പത്ത് വലിയ തരത്തിലുള്ള അഴിച്ചുപണികൾ ഇനി ഉണ്ടായേക്കാനുള്ള സാധ്യതകളാണ് മുന്നിൽ കാണുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N ശേഷാദ്രിനാഥനെ നിയമിക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ കോൺഗ്രസിൽ അതൃപ്തി തുടരുന്നു. സംഘപരിവാർ ബന്ധമുള്ള വ്യക്തിയാണ് സുപ്രധാന പദവിയിലേക്ക് പരിഗണിക്കുന്നതെന്നും ഇത് BJPക്ക് അനുകൂലമായ രീതിയിൽ വാർഡ് വിഭജനം അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ആരോപിച്ചു. അതേസമയം മന്ത്രി KM ഷാജി ശേഷാദ്രിനാഥിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. വിനോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, മറ്റു പല ആളുകളുടെ പേരുകൾ നിർദ്ദേശിച്ചിട്ടും പിന്നെ എന്തുകൊണ്ട് ശേഷാദ്രിനാഥിനെ തന്നെ നിയമിച്ചു എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ പലരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ നിയമനത്തെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് ശേഷാദ്രിനാഥിനെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി വെക്കാനുള്ള തീരുമാനമുണ്ടായത്. പക്ഷേ ശേഷാദ്രിനാഥിന് നേരത്തെ SFI ബന്ധവും, പഠനകാലത്തെ SFI ബന്ധവും പിന്നീട് സംഘപരിവാർ സംഘടനകളുമായി അടുക്കുകയും ചെയ്തു എന്ന ആരോപണമാണ് ഉയരുന്നത്. മാത്രമല്ല PM നിയാസിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന കൂടി വന്നിരിക്കുകയാണ്. എന്തിനാണ് മുൻ പോസ്റ്റുകൾ, അതായത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇട്ടിട്ടുള്ള പോസ്റ്റുകൾ ശേഷാദ്രിനാഥ് പിൻവലിച്ചതെന്ന ഒരു ചോദ്യമാണ് വരുന്നത്. അതിൽ തന്നെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതായത് ശേഷാദ്രിനാഥിൻ്റെ മുൻ ബന്ധങ്ങൾ അത് വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള പോസ്റ്റുകളാണ്. അത് ഒഴിവാക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് എന്ന ഒരു ആരോപണം വരുന്നുണ്ട്. പക്ഷേ മന്ത്രി KM ഷാജി ആകട്ടെ ഈ നിയമനത്തെ അനുകൂലിച്ചാണ് രംഗത്തെത്തിയിട്ടുള്ളത്. തൻ്റെ വകുപ്പ് നൽകിയ ശുപാർശ സർക്കാർ അംഗീകരിക്കുകയാണ് ചെയ്തത്. അത്തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ നോക്കേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ താല്പര്യം നോക്കിയല്ല നിയമനം എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നേരത്തെ തന്നെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് കൊണ്ടുവന്നതിലും വലിയ വിവാദമുണ്ടായിരുന്നു. അന്ന് CPM ആണ് ഇങ്ങനെ ആരോപണം ഉന്നയിച്ചത്. ഇപ്പോൾ മറ്റൊരു നിയമനം കൂടി വിവാദത്തിലേക്ക് വരികയാണ്. മാത്രമല്ല PM ഷാജിയുടെ, മന്ത്രിയുടെ നിലപാടും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു നിയമനത്തിൽ മാത്രമല്ല, ഈ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി അനുസരിച്ച് വീടുകൾ നിർമ്മിക്കുന്നതിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം വന്നാൽ കുഴപ്പമില്ല എന്ന കാര്യം, അതോടൊപ്പം തന്നെ PM ശ്രീയിൽ ലീഗ് എടുക്കുന്ന നിലപാടുകൾ, ഇതെല്ലാം തന്നെ ഒരു വശത്ത് വിമർശന വിധേയമാകുമ്പോഴാണ് ഈ നിയമനത്തിലും വിവാദം ഉരുത്തിരിയുന്നത്. അനുശ്രീ. ശരി, വിനോദാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ EDയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. CMRL ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരണസ് കർത്ത ഇന്നലെ വീണ്ടും ചോദ്യം ചെയ്തിരുന്നു.
SFIO റിപ്പോർട്ട് ലഭിച്ച സാഹചര്യത്തിലാണ് കമ്പനി അധികൃതരെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ മൂന്നാം വട്ടം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് സൂചന. CMRL അധികൃതർ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ടെന്ന് ED വൃത്തങ്ങൾ പറയുന്നു. കമ്പനി ഡയറക്ടർമാരായ ജയ കർത്ത, ഷിബി എസ് കർത്ത എന്നിവരെ പ്രതിസ്ഥാനത്ത് നിന്നും മാറ്റിയേക്കുമെന്ന സൂചനകളുമുണ്ട്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഇപ്പോൾ ഈ SFIO റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ചോദ്യം ചെയ്യലുകളൊക്കെ നടക്കുന്നത്. വീണയെ ചോദ്യം ചെയ്തതിൽ, രണ്ടാം തവണയും ചോദ്യം ചെയ്തതിൽ ഇപ്പോഴും EDക്ക് സംശയങ്ങൾ നിലനിൽക്കുകയാണ്. ഇനി മൂന്നാം വട്ടത്തെ ചോദ്യം ചെയ്യലിൽ ഈ SFIO റിപ്പോർട്ടുകൾ കൂടി അടിസ്ഥാനമാക്കിയായിരിക്കും ആ ചോദ്യം ചെയ്യൽ നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൽ EDയുടെ സംശയങ്ങളൊക്കെ നീങ്ങുമെന്ന് വേണോ കണക്കാക്കാൻ? അനുശ്രീ, ഇതിൽ SFIO റിപ്പോർട്ടിൽ ഗുരുതരമായ രീതിയിലുള്ള ചില പരാമർശങ്ങൾ ഉണ്ട് എന്നത് സ്പഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് SFIO റിപ്പോർട്ട് ലഭിച്ച ഉടൻ തന്നെ വീണയെ രണ്ടാമതും ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചത്. SFIO റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഏറ്റവും ആദ്യം വിളിക്കുന്ന ഒരാൾ വീണയാണ് എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കാരണം ചോദ്യം ചെയ്തൽ അവസാനിച്ച മാത്രവുമല്ല, അവർക്ക് 29-ാം തീയതിയായിരുന്നു, അത് ഇന്നലെ ആയിരുന്നു അവർക്ക് ഡേറ്റ് നൽകിയിരുന്നത്. പക്ഷേ അവരെ വളരെ അടിയന്തരമായി അവരെ വിളിക്കുകയായിരുന്നു, ചോദ്യം ചെയ്യുകയായിരുന്നു എന്നതാണ്. ഇതിനുശേഷം ഈ ഒരു പ്രൊസീജിയർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശരണസ് കർത്ത ഇന്നലെ ചോദ്യം ചെയ്യുന്നു. ഇന്നലെ രാവിലെ ഹാജരായ ശരണസ് കർത്തയെ വൈകിട്ട് 7 മണി വരെയാണ് ചോദ്യം ചെയ്യലുണ്ടായിരുന്നത്. അങ്ങനെ CMRന്റെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ EDക്ക് മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അവർ നന്നായി സഹകരിക്കുന്നു എന്നതാണ് EDയിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. പ്രധാനമായും ഈ SFIO റിപ്പോർട്ടിനെ ആധികാരികമാക്കി തന്നെയാണ് ഇനിയുള്ള ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ വീണ മൂന്നാം വട്ടവും EDക്ക് മുന്നിലേക്ക് എത്തും എന്ന സൂചനകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. അതിൽ ഈ SFIO റിപ്പോർട്ടിനെ ആധികാരികമാക്കിക്കൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ CMRLലെ ബന്ധപ്പെട്ടവരുടെ ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളുമായിട്ടായിരിക്കും ഇനിയിപ്പോൾ വീണ്ടും വീണയെ ചോദ്യം ചെയ്യുക എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഇക്കാര്യങ്ങളിൽ ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDക്ക് നിലനിൽക്കുന്ന സംശയങ്ങൾ പ്രധാനമായും തന്നെ ഇത് കള്ളപ്പണ ഇടപാട് എന്ന രീതിയിൽ തന്നെയാണ് ED ഇപ്പോഴും നിലകൊള്ളുന്നത്. ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോവുകയും ചോദ്യം ചെയ്യലടക്കം നടക്കുകയും ചെയ്യുന്നത്. നേരത്തെ ആദ്യവട്ടം നടത്തിയ ചോദ്യം ചെയ്യലിൽ വീണയ്ക്ക് പല ചോദ്യങ്ങളോടും വ്യക്തമായ രീതിയിൽ പ്രതികരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. രണ്ടാം വട്ടം ചോദ്യം ചെയ്യൽ SFIO റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ഇനിയിപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് CMRLലെ അധികൃതരുടെ അടക്കമുള്ള ചോദ്യം ചെയ്യലടക്കം കഴിഞ്ഞിരുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളുമായിട്ടായിരിക്കും ഇനി മൂന്നാം വട്ട ചോദ്യം ചെയ്യലിലേക്ക് അടക്കം കടക്കുക. വീണയ്ക്ക് വൈകാതെ തന്നെ EDയിൽ ഹാജരാകാനുള്ള സമൻസ് നൽകിയേക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഈ CMRLന്റെ ഈ കേസന്വേഷണം നടന്നു പോകുന്നത്. അത് ഈ SFIO റിപ്പോർട്ടും കൂടി വന്ന സ്ഥിതിക്ക്, അത് EDയുടെ പക്കലേക്ക് എത്തിയ സ്ഥിതിക്ക് ഇനിയുള്ള ചോദ്യം ചെയ്യലുകളെല്ലാം തന്നെ വീണയെ സംബന്ധിച്ചിടത്തോളം നിർണായകം തന്നെയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ വീണയെ വീണ്ടും വിളിപ്പിച്ചു വരുത്തുമെന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അനുശ്രീ, ശരി ഡാനി, തുടരുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ഭരണകാലത്തെ സ്വർണ്ണക്കടത്തിൽ പുതിയ കേസെടുക്കണോ എന്നതിൽ SIT തീരുമാനം ഇന്നുണ്ടായേക്കും. നിലവിൽ 2019 സ്വർണ്ണക്കടത്തിലെ കേസിനൊപ്പം അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചാൽ മതിയെന്നാണ് അഭിപ്രായം. പുതിയ കേസെടുത്താൽ കുറ്റപത്രം വൈകുമെന്നാണ് വിലയിരുത്തൽ. ഡാനി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഇപ്പോൾ പുതിയ കേസെടുക്കാനുള്ള സാധ്യത അതെത്രത്തോളമാണ്? എന്തൊക്കെ പരിഗണിച്ചാകും ഈ ഒരു തീരുമാനത്തിലേക്ക് SIT എത്തുക? അതുപോലെ തന്നെ ഈ 2019 കേസിനോടൊപ്പം തന്നെ കുറ്റപത്രം സമർപ്പിച്ചാൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ അതെന്തൊക്കെയായിരിക്കും? നിലവിലുള്ള ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന കേസുകളടക്കം അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു ആലോചനകൾ ഉണ്ടായിരുന്നെങ്കിലും ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് പുതിയ FIRലേക്ക് അടക്കം കടക്കാനുള്ളൊരു ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കൂടുതൽ പ്രതികളടക്കം ഈ കേസിലേക്ക് വരാനുള്ളൊരു സാധ്യത മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്. കാരണം ഇനിയിപ്പോൾ 9 പേർ കൂടി സംശയത്തിൻ്റെ നിഴലിലാണ് ഈ കേസിൽ ഉള്ളത്. അതുകൊണ്ട് ഇവരിൽ പലരും തന്നെ പ്രതിപട്ടികയിലേക്ക് വരാനുള്ള മുഴുവൻ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇവർക്കെതിരെയുള്ള തെളിവുകൾ സമാഹരിക്കാനും അങ്ങനെയുണ്ടായാൽ ഉടൻ തന്നെ അവരെ കൂടി ഈ കേസിലേക്ക് ഉൾപ്പെടുത്താനും പ്രതിപട്ടികയിലേക്ക് അടക്കം ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇതിൽ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന തുടക്കം മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൽ PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ, അവരുടെ ഭരണസമിതി, ഇവരെല്ലാം തന്നെ ഇതിൽ പങ്കാളികളായിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് SIT ഉള്ളത്.
ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമാക്കുന്നത്. തുടക്കം മുതൽ തന്നെ ഈ ഒരു ആലോചനയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇവർ ഇവിടെ നിന്ന് സ്വർണം കടത്താൻ നിശ്ചയിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് ഇതിൽ നിന്ന് ആരെയും ഒഴിവാക്കാൻ കഴിയില്ല എന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ബാക്കിയുള്ളവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തന്നെ പുതിയ ഒരു FIRലേക്ക് പോകാനുള്ളൊരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. അത് നിയമവിദഗ്ധരുമായി അന്വേഷണ ഉദ്യോഗസ്ഥർ കൂടിയാലോചന നടത്തി ഉടൻ തന്നെ ഇതിൽ തീരുമാനമെടുക്കുകയും ചെയ്യും. മറ്റൊന്നുള്ളത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശമാണ്. ഈ കേസ് ഇനി ഒട്ടും വൈകിക്കാനുള്ള ഒരു നടപടികളിലേക്ക് പോകാനായിട്ട് സാധിക്കുകയില്ല. അന്വേഷണം ഉടൻ പൂർത്തിയാക്കണം. അന്തിമമായ രീതിയിലുള്ള റിപ്പോർട്ട് ഉടൻ തന്നെ കോടതിക്ക് മുന്നിൽ സമർപ്പിക്കണമെന്നതടക്കമുള്ള കർശനമായ ഒരു നിലപാടാണ് കോടതി സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പുതിയ FIRലേക്ക് പോകണമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഉടൻ ഒരു തീരുമാനമുണ്ടാകും. ശരി, കൊച്ചിയിൽ നിന്ന് ഡാനിപ്പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ പ്രതിയായ സാഹചര്യം CPM ചർച്ച ചെയ്യും. CPM നേതൃത്വം നൽകിയ ബോർഡ് ഒന്നാകെ പ്രതിക്കൂട്ടിലാകുന്നത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ പദ്ധതി ഇപ്പോൾ നടപ്പാക്കില്ലെന്ന സർക്കാർ നിലപാടും ചർച്ചയിൽ വരും. തിരുവനന്തപുരം നഗരസഭയിലെ ഭരണപ്രതിസന്ധിയിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളും ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. റോഡരികിലെ നടപ്പാതകൾ കാൽനട യാത്രക്കാർക്ക് ഭയമേതുമില്ലാതെ നടന്നു പോകാനായി നിർമ്മിച്ചതാണ്. സുരക്ഷിതമായിരിക്കണം, അതുകൊണ്ട് തന്നെ അവയൊക്കെ തന്നെ. ഇന്നതാണോ അവസ്ഥ? ഒരാഴ്ചയ്ക്കുള്ളിൽ കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇക്കാര്യത്തിൽ നിർണായകമായ ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത്. കേരളത്തിലെ നഗരങ്ങളിലെ അവസ്ഥ പരിശോധിക്കുകയാണ് ന്യൂസ് 18 പ്രത്യേക ക്യാമ്പയിൻ വഴി നടക്കണ്ടേ. കാൽനട യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുന്ന വഴികളാണ് കോട്ടയത്തെ പലയിടങ്ങളും. ദുരിതം എന്നതിനപ്പുറം പലയിടത്തും അപകടങ്ങളുടെ വഴിയൊരുക്കുകയാണ് ഫുട്പാത്ത് കയ്യേറ്റം. വർഷങ്ങളായി കയ്യേറി കാൽനടയാത്ര തടസ്സപ്പെടുത്തുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. കോട്ടയം നഗരത്തിൽ കാൽനട യാത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥലം അത് ഈ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മുൻഭാഗമാണ്. അവിടുത്തെ ഫുട്പാത്തിൽ കൂടി ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് KSRTC സ്റ്റാൻഡ് കാണാം. ഈ ഫുട്പാത്ത് ഇങ്ങനെ വന്ന് ഇവിടെ ആകുമ്പോൾ ഫുട്പാത്ത് അവസാനിക്കുകയാണ് ഫലത്തിൽ. ഇതിനപ്പുറം പിന്നെ ഫുട്പാത്ത് ഇല്ല. ഇവിടെ ഈ സ്ഥിരമായൊരു കട ഇരിക്കുന്നു എന്നുള്ളതാണ് ഫലത്തിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ കട കഴിഞ്ഞ് ഉള്ള ഭാഗത്ത് വീണ്ടും ഫുട്പാത്ത് തുടരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ കടയുടെ ഒരു പ്രശ്നം, ഇതൊരു വൺ വേ ആണ്. അതുകൊണ്ട് തന്നെ റോഡ് നിറഞ്ഞാണ് വാഹനങ്ങൾ വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോൾ ആളുകൾക്ക് റോഡിലേക്ക് കയറി നടന്നു പോകേണ്ടി വരും. KSRTC ബസ്സുകളൊക്കെ രണ്ടെണ്ണമൊക്കെ നിരന്ന് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഒരുപക്ഷെ ആളുകൾക്ക് അപകടം ഉണ്ടാകുന്ന നിലയിലാണ് ഈ ഒരു കട സ്ഥിതി ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുനക്കരയാണ്. ഇവിടേക്ക് എത്തിയാൽ കാഴ്ച മറ്റൊന്നാണ്. അതായത് ഫുട്പാത്ത് ഉണ്ട്, പക്ഷേ ഫുട്പാത്ത് നേരെ വന്ന് ഒരു ഓട്ടോ സ്റ്റാൻഡായി ഫലത്തിൽ ഇത് മാറുകയാണ്.
ഈ തിരുനക്കര സെൻട്രൽ ജംഗ്ഷൻ പോലുള്ള സ്ഥലത്തൊക്കെ കാണാൻ സാധിക്കുന്നത് പൂർണ്ണമായല്ലെങ്കിലും ഭാഗികമായി ഫുട്പാത്തുകൾ കയ്യേറിയിരിക്കുന്ന കാഴ്ചയാണത്. പലയിടത്തും പൂർണ്ണമായി തന്നെ കയ്യേറ്റം കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്തെ ആകാശപാതയ്ക്ക് താഴെയാണ്. ഇവിടെ നിന്ന് ശാസ്ത്രി റോഡിലേക്കുള്ള വഴിയാണ് ഇനി പ്രധാനമായിട്ട് എടുത്ത് കാണേണ്ടത്. ഇവിടെ ചില കടകൾ ഫലത്തിൽ ഇങ്ങനെ ആളുകൾക്ക് നടന്നു പോകാനുള്ള വഴി വന്ന് കടകളുടെ ഭാഗം എത്തുന്നതോടെ ആളുകൾക്ക് റോഡിലേക്ക് കയറി നടക്കേണ്ടി വരുന്ന അവസ്ഥയുള്ളത്. ഇതാണ് അപകടകരമായ ചില കയ്യേറ്റങ്ങൾ. ഈ കണ്ടതെല്ലാം പകൽ കാഴ്ചകളാണ്. രാത്രി എത്തിയാൽ ഫുട്പാത്ത് അത് കാൽനട യാത്രക്കാർക്ക് പൂർണ്ണമായും ഏതാണ്ട് അന്യമാണ്. തട്ടുകടകൾ ഏതാണ്ട് പൂർണ്ണമായും ഇത്തരം ഫുട്പാത്തുകൾ കീഴടക്കുന്ന കാഴ്ചയാണ് കോട്ടയത്താകെ കാണാനുള്ളത്. ഈ കണ്ടതെല്ലാം ഒറ്റപ്പെട്ട കാഴ്ചകളാണ്. ഇത് മാത്രമല്ല, ഏതാണ്ട് എല്ലായിടത്തും കയ്യേറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പലയിടത്തും അപകടകരമാണ് സാഹചര്യം എന്നുള്ളതാണ്. ഇത്തരം സ്ഥലങ്ങളിലെങ്കിലും അധികൃതർ നടപടിയെടുക്കേണ്ടത് അനിവാര്യമാണ്. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. ന്യൂസ് 18 കേരളം കഴിഞ്ഞ വർഷം തുടക്കമിട്ട ലഹരി വിരുദ്ധ ക്യാമ്പയിൻ AD 2025 രണ്ടാം എഡിഷൻ AD 2026 ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ജീവിതമാകണം ലഹരി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന ക്യാമ്പയിൻ പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ മുഖ്യാതിഥിയായിരിക്കും. മേയർ VV രാജേഷ്, M വിജിൻ MLA, ദക്ഷിണ മേഖല IG G സ്പർജൻ കുമാർ, പട്ടം സെന്റ് മേരീസ് HSS പ്രിൻസിപ്പൽ ഫാദർ P നെൽസൺ എന്നിവർ പങ്കെടുക്കും. കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ AD 2025 എന്ന പേരിൽ ന്യൂസ് 18 ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. ഇക്കുറി സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാന് പരിപൂർണ പിന്തുണയുമായാണ് വിവിധയിടങ്ങളിൽ AD 2026 നടത്തുക. ഇന്ന് നടക്കുന്ന ഉദ്ഘാടന പരിപാടികളിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേർ പങ്കെടുക്കും. ഉദ്ഘാടന ചടങ്ങ് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനലിൽ തത്സമയം കാണാം. ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പ് വാർത്തകളുമായി എൽദോ പോൾ പുതുശ്ശേരി ചേരും. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.